Hi friends, Assalamu alaikum, Namaskaram, welcome back to our channel. അപ്പോൾ ഇന്നത്തെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണെന്നുള്ളത്. അപ്പോൾ കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. മിക്സിയുടെ ജാറുണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടി ഒന്ന് കറക്കിയെടുത്താൽ മതി ഈ കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനായിട്ട് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണേ. അതിൽ ഓൾ എന്ന് തന്നെ ഇനാബിൾ ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാതും നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിനായിട്ട് ബീറ്ററോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇനി മാംഗോൻ്റെ ക്രഷ് 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മാംഗോൻ്റെ ക്രഷ് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് മാംഗോസ് എടുക്കാം, എന്നിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കാം. ഒരു മാംഗോ എടുത്ത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായി അതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ മാംഗോൻ്റെ പൾപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഇപ്പോൾ മലാസിൻ്റെ ക്രഷാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാവണം. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഈ ജാറിൽ അല്പം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1/4 കപ്പാണ്. പിന്നെ പൗഡർ ഷുഗർ 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഷുഗർ നന്നായി പൊടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അത് ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. എല്ലാം നന്നായി അലിഞ്ഞ് വരണം. ഷുഗറൊക്കെ നമ്മൾ ഓൾറെഡി പൊടിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് അടിച്ചെടുക്കുക. എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. അത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അളവുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ, എങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തരിച്ചെടുക്കണം. എല്ലാം നന്നായി ഒന്ന് യോജിച്ച് വരണ വരെ ഒന്ന് തിരിച്ചെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഓവർ മിക്സിങ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. വളരെ സ്ലോവിൽ എല്ലാതും ഒന്ന് മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂട്ടി നന്നായി ഒന്ന് യോജിച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു അല്പം കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറാണ് ഇത്, ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ആ മാംഗോൻ്റെ കളറൊന്ന് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ ഒറിജിനൽ മാംഗോസാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല കളർ ഉള്ള മാംഗോസ് ആണെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി ഞാനൊരു കേക്ക് ടിന്നിൽ അല്പം നെയ്യ് പരട്ടി കൊടുത്തിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത്. നെയ്യ് നന്നായി ഒന്ന് പരട്ടി കൊടുത്ത് നെയ്യോ അല്ലെങ്കിൽ നമുക്ക് ഓയിലോ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മൈദ കൂടി ഇട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ വിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളത് ഓവനിലെല്ലാം ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പഴയൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് നേരം ബേക്കാക്കി എടുക്കാം. അതിൻ്റെ ചെറിയൊരു ഹോളുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ കടലാസോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. എന്നിട്ട് 25 to 28 മിനിറ്റ് വരെ ഒന്ന് ബേക്കാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 28 മിനിറ്റോളം എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നോക്കുമ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ സൈഡ് ഞാൻ ഒന്ന് വിടിച്ചെടുക്കുമ്പോൾ കത്തി കൊണ്ടാണ് ഒന്ന് വിടിച്ചെടുത്തത് ടിന്നിൽ നിന്ന്. അപ്പോൾ ഒന്ന് മുറിഞ്ഞു പോയതാണ് ആ സൈഡിൽ. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശരിയായി വരും. ഇനി ഈ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ഗ്ലേസ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഗീ എടുത്തിട്ടുണ്ട്. പശു നെയ്യാണ് ഇവിടെ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ടൊരു 10 മിനിറ്റ് നേരം ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. 10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ച് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് പിന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര 1/2 കപ്പ് ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1/4 കപ്പ് പാലാണ്. നല്ല ചൂടുള്ള പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നല്ലൊരു ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ഗ്ലേസിന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് വേറെ വിപ്പിംഗ് ക്രീമോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് ഒരു 10 മിനിറ്റ് നേരം കൂടി ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഒന്ന് 2 ലെയറായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മിക്സിയിലാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടെങ്കിലും ബീറ്ററിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരു മുട്ട മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. നല്ല സൂപ്പർ കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന് ഞാനൊരു ഫില്ലിംഗ് ആയിട്ട് അല്പം ക്രഷ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഷുഗർ സിറപ്പ് ഒന്നും ആക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത്രയ്ക്ക് സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ആക്കി കൊടുത്തിട്ടൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ക്രഷ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ മുകളിലത്തെ ലെയർ വെച്ച് കൊടുത്തേക്കാണ്. എന്നിട്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗ്ലേസ് ആക്കി കൊടുക്കാം. ഈ ഒരു ഗ്ലേസെന്നോ ക്രീമെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം, കുഴപ്പമൊന്നുമില്ല. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് ഇത് മാത്രമായിട്ട് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഈ കേക്ക്. നല്ലൊരു ഫ്ലേവറും ഉണ്ട് ഈ ഒരു കേക്കിന്. ഇതെന്തായാലും ഒരു വട്ടം തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. അത് 100% ഉറപ്പാണ്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കേക്കാണത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം സെറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ. നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ചെറിയ കൂടി വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ അരമണിക്കൂർ നേരത്തോളം വെച്ചാലും മതി. എന്നിട്ട് ഇതാ ഞാനിപ്പോൾ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ സോഫ്റ്റ്നെസ്സൊക്കെ ശരിക്കും ഒന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാ കണ്ടില്ലേ, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. മുകളിൽ ആ ഗ്ലേസും കണ്ടേ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിക്കാണ്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അതും ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. വെറും 25 മിനിറ്റ് മാത്രം മതിയാവും ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ഈ മാംഗോ കേക്ക് ട്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുമ്പം ആ കമൻസൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കല്ലേ. പിന്നെ അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അതുപോലെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് തന്നെ ഇനാബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.